ഹലോ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ സെറിൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ്. വേറൊന്നുമല്ല, ദുബായ് ക്രീക്കിലെ അബ്രയെക്കുറിച്ചിട്ടാണ്. എനിക്കറിയാം ഈ ഒരു വീഡിയോ പല ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും എനിക്ക് തോന്നി ഞാനും ഈ അബ്രയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, ദുബായ് ക്രീക്കിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ അബ്ര എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രഡീഷണൽ ബോട്ട് മെയ്ഡ് ഓഫ് വുഡ്. ഇത് പൊതുവേ ബർദുബൈയിൽ നിന്നും ദേര സൈഡിലേക്കും ദേര സൈഡിൽ നിന്നും ബർദുബൈ സൈഡിലേക്കും യാത്ര ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അബ്രാസ് വെയർ ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ദുബായ്. പിന്നെ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 ദിർഹം ആയിരുന്നുവെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ചാർജ് 2 ദിർഹംസ് ആണ്. അപ്പോൾ പഴയ ടൈപ്പ് അബ്രാസ് ഉണ്ട്, പുതിയ ടൈപ്പ് അബ്രാസ് ഉണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തത് പുതിയ ടൈപ്പ് ഓഫ് അബ്രയിലാണ്. പിന്നെ ഈ കാണുന്ന വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് നദിയാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി, അത് നദിയൊന്നും അല്ല കേട്ടോ. അത് കടലിൻ്റെ ഒരു വിസ്താരമില്ലാത്തൊരു ഭാഗമാണിത്. അതായത് അറേബ്യൻ ഗൾഫിൽ നിന്നുള്ള കടലിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈഡിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, ഒരു ഹൗസ് ബോട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് അബ്രയല്ല, അത് നമ്മുടെ ഒരു ദോ ക്രൂസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അതായത് അറബ് ബോട്ടിലുള്ള ഒരു യാത്രയാണ്. ഇതിനെ ദോന്ന് വിളിക്കാൻ കാരണം പഴയ കാല അറബ് കടൽ കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന തറയുള്ള നൗകകളാണിത്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ, ആൾക്കാരൊക്കെ വിളിച്ച് ബർത്ത്ഡേ പാർട്ടീസൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഈവനിങ് ടൈമിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റും അത് തന്നെ, നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ്, പല പല കളറോടുകൂടി. അത് ഞാൻ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ ബുഫേ ഡിന്നർ കിട്ടും. ലൈക്ക് ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ ഫുഡ് ഉണ്ടാവും, പ്ലസ് അറബിക് ഫുഡും ഒക്കെ ഉണ്ടാവും. പിന്നെ ലൈവ് എൻ്റർടൈൻമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ തനൂറ ഡാൻസ്, ലൈവ് മ്യൂസിക്, മാജിക് ഷോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ 2 hours ട്രാവലിംഗ് ആയിരിക്കും ഈ ദോ ക്രൂസിനകത്ത്. പിന്നെ വിത്ത് ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ പൊതുവേ ചില ഓഫീസിൽ നിന്നുള്ള എല്ലാവരും അങ്ങനെ ഒരുമിച്ച് ഈ നോമ്പിൻ്റെ ടൈമിലൊക്കെ നോമ്പ് തുറക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് പോകാം. പിന്നെ കൂടാതെ ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ പെർഫ്യൂംസ്, അറബിക് അത്തർസ്, ഊദ് വിത്ത് കസ്റ്റമൈസ്ഡ് സെൻസ്, ഓയിൽ ബേസ്ഡ് പെർഫ്യൂംസ് വിത്ത് ലോങ് ലാസ്റ്റിക് ഫ്രാഗ്രൻസ്, സ്പൈസസ് ലൈക്ക് സാഫ്രൺ, സിനമൺ, കാർഡമം, ഡ്രൈഡ് റോസസ്, ഇറാനിയൻ നട്ട്സ്. പിന്നെ ഇത് ഫുഡ് ലവേഴ്സിന് പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഗിഫ്റ്റിനുള്ളതും ഫുഡ് ലവേഴ്സിനും ഒക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. പിന്നെ ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇലക്ട്രോണിക്സ്, വാച്ചസ്, ട്രഡീഷണൽ അറബിക് ക്ലോത്ത്സ്, ലോക്കൽ സ്ട്രീറ്റ് ഫുഡ് ലൈക്ക് ഷവർമ, ഫലാഫൽ, കടക് ടീ. പിന്നെ പോപ്പുലർ ഷോപ്പിംഗ് പ്ലേസസ് ലൈക്ക് ദേര സിറ്റി സെൻറ്റർ മോൾ ഫോർ ബ്രാൻഡഡ് ഐറ്റംസ്, നൈഫ്, സൂപ്പർ ചീപ്പായിട്ടുള്ള ക്ലോത്ത്സ് കിട്ടാനായിട്ട്, ആക്സസറീസ്, ടോയ്സ്. പിന്നെ സ്പൈസസ് സൂക്ക്, ഗോൾഡ് സൂക്ക്, ടെക്സ്റ്റൈൽ സൂക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട്. Hope you all like this video. Please comment and like my video, please. Thank you.